അപ്പോൾ ഇന്ന് ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ 2 കയ്പ്പയ്ക്കയും ഒരു കഷ്ണം മത്തങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങ കൊണ്ട് ഓലൻ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളപ്പയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം മത്തങ്ങ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്ന 2-3 പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ഉടച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഓല ഉണ്ടാക്കാറ്. ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇനി കയ്പ്പയ്ക്ക പുളി വെക്കാൻ പോവാണ്. അപ്പോൾ കയ്പ്പയ്ക്ക കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചോറൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവാളയും ഒരു തക്കാളി 2-3 പച്ചമുളകൊക്കെ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുകും ഉലുവയും ഇട്ടിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് കയ്പ്പയ്ക്കയും സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ എല്ലാം പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കയ്പ്പയ്ക്കയും സവാളയും കൂടി വഴറ്റിയിട്ടാണ് പൊടികളൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ സമയമില്ലാത്ത കാരണം എല്ലാം പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് കുറുകി വരുന്ന വരെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല നെല്ലൂത്തിയരിയുടെ ചോറും പിന്നെ മത്തങ്ങയും വെള്ളപ്പയറും കൂടി ഓലനും കയ്പ്പയ്ക്ക പുളി ഉണക്കമീനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.